ഹായ് ടീച്ചേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജിയാണ് അല്ലേ. സൈക്കോളജിയിൽ നമ്മൾ 3ാമത്തെ യൂണിറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എന്തായാലും 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് ഓർമ്മയുണ്ടല്ലോ, വ്യക്തിത്വം, പേഴ്സണാലിറ്റി. അതാണ് നമ്മുടെ 3rd ചാപ്റ്റർ. നോക്കാം. നമുക്കറിയാം, വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്നുള്ള പേര് നമ്മൾ ആദ്യമായിട്ട് കേൾക്കല്ല. പലതരത്തിൽ പല രീതിയിൽ നമ്മളത് കേട്ടിട്ടുണ്ട് അല്ലേ. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പല തവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മുന്നേയായിട്ട് നമുക്ക് എന്താണ് പേഴ്സണാലിറ്റി എന്നൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. ഒരു വ്യക്തിയെ എടുത്ത് നോക്കിയാൽ എന്താണ് അയാളുടെ വ്യക്തിത്വം എന്ന് മനസ്സിലാവേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ, നമ്മുടെ 3rd യൂണിറ്റിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതാണ് എന്താണ് വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്നുള്ള വേർഡ് എങ്ങനെയുണ്ടായി, വ്യക്തിത്വം എന്നുള്ളതിൻ്റെ ഒരു വേർഡിൻ്റെ നിർവചനങ്ങൾ എന്തൊക്കെയാണ്, വിവിധ മനഃശാസ്ത്രജ്ഞന്മാർ അതിന് നൽകിയിട്ടുള്ള നിർവചനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഒരു വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കൂ. ആ വ്യക്തിയെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നിവിടെ ചോദിക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, നമ്മുടെ വീട്ടിലെ ആവട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ, മറ്റാരും ആവട്ടെ, അവരെ ഇഷ്ടപ്പെടാൻ നമുക്ക് ഒരു കാരണം ഉണ്ടാവും. എന്തിഷ്ടപ്പെടാനും നമുക്കൊരു കാരണം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഡ്രസ്സ് ഇഷ്ടപ്പെടാൻ നമുക്കൊരു കാരണം ഉണ്ടായിരിക്കും. എന്താണ്? ഒന്നുകിൽ അതിൻ്റെ കളറായിരിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് ഇടുമ്പോഴുള്ള ഒരു കംഫർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡായിരിക്കാം, ഇങ്ങനെയല്ലേ. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടണമെങ്കിലും നമുക്ക് പ്രത്യേക കാരണങ്ങളുണ്ടാവാം. അപ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാനും എന്താണ് ആ വ്യക്തിയെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് കണ്ടെത്താനുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കാരണങ്ങൾ ഇവിടെ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 3 പോയിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് നോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അല്ലേ. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, വ്യക്തിയുടെ ചില സ്വഭാവ സവിശേഷതകളാണ് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അല്ലേ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഏതെങ്കിലും ചില സ്വഭാവ സവിശേഷതകൾ, അതാണ് അവരെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത്തരം സ്വഭാവ സവിശേഷതകളും പെരുമാറ്റ രീതികളും എല്ലാവരിലും ഒരുപോലെയാണോ കാണുന്നത് അല്ലേ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കില്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന പല വ്യക്തികളുണ്ടാവാം. അവരിലൊക്കെ ഒരുപോലെയാണോ ഇത്തരം സവിശേഷതകൾ കാണുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അത് സ്ഥിരമായി നിലനിൽക്കുന്നുണ്ടോ അല്ലേ. നമ്മളിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ഒരാളെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ സ്നേഹം അല്ലേ, സ്നേഹം കൊണ്ടായിരിക്കാം. പക്ഷെ എപ്പോഴും അയാൾ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണോ? സ്ഥിരമായിട്ടത് നിലനിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ സ്നേഹം ഏത് ഇമോഷൻസ് ആണെങ്കിലും അത് പ്രകടിപ്പിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക അല്ലേ. അപ്പോൾ എപ്പോഴും അത് സ്ഥിരമായിട്ട് ആ ഒരു ഇമോഷൻ നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാനുള്ള ആ ഒരു കാരണം നിലനിൽക്കുന്നുണ്ടോ എന്നിവിടെ ചോദിക്കുന്നുണ്ട്. അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ചില സമയത്ത് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? വളരും തോറും അളവിലും ഗുണത്തിലും മാറ്റം വരുന്നുണ്ടോ എന്നൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. നമ്മളോട് ചർച്ച ചെയ്യാനാണ് പറയുന്നത് കേട്ടോ ഇതിനെക്കുറിച്ചൊക്കെ. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നമ്മൾ കാണുന്ന സ്വഭാവം സ്ഥിരമായിട്ട് നിലനിൽക്കുന്നുണ്ടോ, അതിന് മാറ്റം വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ വളരും തോറും, നമ്മളൊരു 15 വയസ്സിൽ കണ്ട ഒരാളെ അന്ന് നമ്മളെ ഒരു കൂട്ടുകാരനെ ഇഷ്ടപ്പെട്ടു, ഇപ്പം അദ്ദേഹത്തിന് ഒരു 30 വയസ്സായെങ്കിൽ അദ്ദേഹത്തിൽ അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ പരിസരം മാറുന്നതിനനുസരിച്ച് വ്യക്തിത്വത്തിന് വ്യതിയാനം, അതായത് മാറ്റം സംഭവിക്കുന്നുണ്ടോ? പരിസരം, ചുറ്റുപാടുകൾ മാറുന്നതിനനുസരിച്ച് എന്താണ് വ്യക്തിത്വത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ഇവിടെ ചോദിക്കും. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അല്ലേ. ഒരാളുടെ വ്യക്തിത്വം, അയാളോടുള്ള ഇഷ്ടം, അയാളെ നമ്മൾ സ്നേഹിക്കുന്നത് അയാളുടെ ഏതെങ്കിലും ഒരു സ്വഭാവ സവിശേഷതകളാണെങ്കിൽ ആ സ്വഭാവ സവിശേഷത എപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, എപ്പോഴും ഒരുപോലെയാണോ, മാറ്റം ഉണ്ടാവുന്നുണ്ടോ, പ്രായം കൂടുന്നതനുസരിച്ച് അതിൽ മാറ്റം ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്താണ് പേഴ്സണാലിറ്റി എന്നുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താണ് വ്യക്തിത്വം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിശദീകരണവും അവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. വിവിധ സാഹചര്യങ്ങളിൽ ഒരാൾ പുലർത്തുന്ന സമചിത്തത, കൺസിസ്റ്റൻസി. വിവിധ സാഹചര്യങ്ങളിൽ ഒരാൾ പുലർത്തുന്ന സമചിത്തതയാണ് വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനമായിട്ട് വർത്തിക്കുന്നത് എന്ന് പറയുന്നു അല്ലേ. അതായത് ഓരോരോ സാഹചര്യങ്ങളിൽ നമുക്ക് ഓരോരോ രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും അല്ലേ. അപ്പം ഇങ്ങനെ ഓരോരോ സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി എങ്ങനെ പെരുമാറുന്നോ, എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെയാണ് ആ വ്യക്തിയെ മനസ്സിലാക്കുന്നത്, അതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം. നമ്മൾ പറഞ്ഞു, വിവിധ സാഹചര്യങ്ങളിൽ ഒരാൾ പുലർത്തുന്ന സമചിത്തത, അതാണ് വ്യക്തിത്വം എന്നല്ലേ. അതായത് വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരും പെരുമാറുന്നത്. ആ പെരുമാറ്റം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ വ്യക്തിത്വം കണക്കാക്കുന്നത് അല്ലേ.
അപ്പോൾ അത് എല്ലാ സാഹചര്യത്തിലും എല്ലാവരും ഒരുപോലെയല്ല പെരുമാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. വ്യത്യാസമുണ്ട് അതിൽ. കാരണം ഓരോ സാഹചര്യത്തിലും വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഒരാൾ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറും. അതുപോലെ തന്നെ ഒരേ സാഹചര്യത്തിൽ പലര് പെരുമാറുന്ന സമയത്ത് അതിനും വ്യത്യാസം ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? പ്രശ്ന സങ്കീർണതയിൽപ്പെട്ട് വിഷമം അനുഭവിക്കുമ്പോൾ തമാശ പറയുന്നവരെയും യഥാർത്ഥ പ്രശ്നം എന്തെന്ന് അന്വേഷിക്കാൻ താല്പര്യപ്പെടുന്നവരെയും പരിഹാരം സാധ്യമല്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരേ പ്രശ്നമാണ് അല്ലേ, ആ പ്രശ്നം ഒരു വ്യക്തി ഒരു പ്രശ്നത്തിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടെ വന്നിട്ട് തമാശ പറഞ്ഞ് ചിരിക്കുന്ന ആൾക്കാരെയും, അതേ സ്ഥാനത്ത് അതിന് പകരം എന്താണ്, ആ വ്യക്തിയുടെ പ്രശ്നം എന്താണെന്നും ആ വ്യക്തിയുടെ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിക്കാനും അവരുമായി ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ മുതിരുന്നവരുണ്ടാവും അല്ലേ. അതുപോലെ തന്നെയാണ് വേറൊരു കൂട്ടര്. എന്താണ്, ഈ ഒരു പ്രശ്നം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് പിന്മാറും. ഇത് എന്താണ്, ഒരേ സാഹചര്യത്തോട് വ്യത്യസ്തമായ രീതിയിൽ ഒരാൾ പെരുമാറുന്നതിനെയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. അതായത് വ്യക്തിത്വം എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. ഒരേ സന്ദർഭത്തോട് വിവിധ വ്യക്തികൾ വ്യത്യസ്തമായ പ്രതികരണത്തിന്റെ അടിസ്ഥാനവും വ്യക്തിത്വം തന്നെയാണെന്ന് പറയുന്നത്. അതായത് ഒരേ സാഹചര്യത്തിനോട് വ്യത്യസ്ത വ്യക്തികൾ വ്യത്യസ്തമായി പെരുമാറുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ്, വ്യക്തിത്വം ആണ് എന്നാണ് പറയണത്. അപ്പൊ ഏകദേശം വ്യക്തിത്വം എന്താണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അതായത് എന്താണ്, വ്യക്തിത്വം എന്ന് പറയണത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി എങ്ങനെ പെരുമാറുന്നുവോ അതാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു അതിന് മാറ്റം ഉണ്ടാവും, ഒരുപോലെ ആവില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു വ്യക്തിത്വം എന്ന വേർഡ്, പേഴ്സണാലിറ്റി എന്നൊരു വേർഡ് എങ്ങനെ ഉണ്ടായി എന്ന് നോക്കാം. ഇവിടെ പറയുന്നുണ്ട്, പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് വ്യക്തിത്വം എന്നർത്ഥമുള്ള പേഴ്സണാലിറ്റി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അതായത് ഭൂരിഭാഗം പദങ്ങളും ഇത്തരം വാക്കുകളൊക്കെ ഉണ്ടാവുന്നത് ഏത് ഭാഷയിൽ നിന്നാണ്, ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ പേഴ്സോണ എന്ന ലാറ്റിൻ വാക്ക്, ആ വാക്കിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. എന്താണ് ഇതിന്റെ അർത്ഥം പറയണത്? ഈ പേഴ്സോണ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് മാസ്ക്, മുഖം മൂടി എന്നാണ് ഈ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. ഗ്രീക്കിലെയും റോമിലെയും നാടക നടന്മാർ തങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം മറച്ചുവെക്കാൻ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മുഖം മൂടികൾ ധരിച്ചിരുന്നു. വിവിധ ജീവിത സന്ദർഭങ്ങളെ നേരിടുന്നതിന് വേണ്ടി വിവിധ മുഖം മൂടികൾ ഓരോരുത്തരും ധരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു മുഖം മൂടി എന്നുള്ളൊരു വേർഡ് എന്താണ് ഈ വ്യക്തിത്വം എന്നതിന് തിരഞ്ഞെടുക്കാൻ കാരണം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ മുഖം മൂടികളാണ് നമ്മൾ അണിയുന്നത് അല്ലേ. നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പിലിരിക്കുന്ന ഒരു സ്ഥലത്ത് എന്താണ്, എങ്ങനെയാണ് നമ്മൾ പെരുമാറുക? അവിടെ നമുക്കൊരു രീതി ഉണ്ടാവും അല്ലേ. അവിടെ നമുക്ക് മുഖംമൂടികളൊന്നുമില്ല, അവിടെ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും പെരുമാറുക. അതേ സ്ഥാനത്ത് നമ്മുടെ മുതിർന്ന കുടുംബാംഗങ്ങളുടെ അടുത്ത് വെച്ചിട്ട് അതേ രീതിയിൽ നമ്മൾ പെരുമാറുമോ? അവിടെ നമ്മൾ വേറൊരു മാസ്ക് എടുത്താണിയോ അല്ലേ. ഇനി നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അവിടെ അധ്യാപകരും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പെരുമാറുന്ന രീതിയായിരിക്കില്ല അധ്യാപകർ ക്ലാസ്സിൽ നിന്ന് പോയി കൂട്ടുകാരൊക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത്. ഇവിടെയൊക്കെ നമ്മൾ വ്യത്യസ്തമായ മാസ്കുകൾ എടുത്തണിയുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നാടക നടന്മാർ ഉപയോഗിച്ച ഈ മുഖം മൂടി എന്ന പദത്തിൽ നിന്നും പേഴ്സണാലിറ്റി എന്ന പദം ഉണ്ടായത് എന്നാണ് പറയണത് കേട്ടോ. പിന്നെന്താ പറയണത്, വിവിധ സന്ദർഭങ്ങളെ നേരിടുന്നതിന് വേണ്ടി വിവിധ മുഖംമൂടികളാണ് ഓരോരുത്തരും ധരിച്ചുകൊണ്ടിരുന്നത്. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. ഒരാളുടെ ബാഹ്യരൂപത്തിനും പെരുമാറ്റത്തിനും അപ്പുറമാണ് അയാളുടെ വ്യക്തിത്വം നിലകൊള്ളുന്നത്. അതായത് ഒരാളുടെ ബാഹ്യമായ പെരുമാറ്റത്തെ കണ്ടുകൊണ്ട് ഒരിക്കലും എന്താണ്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ ഒരാളുടെ ബാഹ്യമായ പെരുമാറ്റത്തെ കണ്ടിട്ട് അയാളുടെ വ്യക്തിത്വം എന്താണെന്ന് നമുക്ക് കണക്കാക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. ബാഹ്യ രൂപത്തിനും പെരുമാറ്റത്തിനും അപ്പുറമാണ് അയാളുടെ വ്യക്തിത്വം നിലനിൽക്കുന്നത്. ബാഹ്യരൂപത്തിനപ്പുറമുള്ള വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനവും സവിശേഷതകളുമാണ് ആധുനിക മനഃശാസ്ത്രം അന്വേഷിക്കുന്നത്. ആധുനിക മനഃശാസ്ത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഒരു വ്യക്തി, ആ വ്യക്തിയിൽ നമ്മൾ ബാഹ്യമായിട്ട് കാണുന്ന സവിശേഷതകൾ, അതിനപ്പുറമുള്ള ഈ ഒരു വ്യക്തിത്വം അതെങ്ങനെ ഉണ്ടാവുന്നു, അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ വ്യത്യാസം എന്താണ്, വിവിധ രീതിയിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഒരു ആധുനിക മനഃശാസ്ത്രം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തിത്വം എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞു വിവിധ സാഹചര്യത്തിൽ ഒരാൾ പുലർത്തുന്ന സമചിത്തതയാണ് വ്യക്തിത്വം എന്നല്ലേ. പിന്നീട് അതേ സ്ഥാനത്തിന് പറയുന്നുണ്ട്, ബാഹ്യമായ പെരുമാറ്റത്തെ കണ്ടിട്ട് ഒരിക്കലും നമുക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ നിർവചിക്കാനാവില്ല എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വ്യക്തിത്വത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കുറച്ച് മനഃശാസ്ത്രജ്ഞന്മാരുടെ നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. വ്യത്യസ്ത മനഃശാസ്ത്രജ്ഞന്മാർ കൊടുത്തിരിക്കുന്ന വ്യത്യസ്ത നിർവചനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ
മോർട്ടോൺ പ്രിൻസ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ വ്യക്തിത്വത്തിന് കൊടുക്കുന്ന നിർവചനമാണ് പറയുന്നത്. നോക്കാം കേട്ടോ. എന്താ അദ്ദേഹം പറയുന്നത്? വ്യക്തിയുടെ ജൈവപരമായ സഹജ സ്വഭാവങ്ങൾ, ആവേഗങ്ങൾ, പ്രസന്നത, വിശപ്പ്, ജന്മവാസനകൾ എന്നിവയുടെയും ആർജിക്കപ്പെട്ട സ്വഭാവങ്ങൾ, പ്രവണതകൾ എന്നിവയുടെയും ആകത്തുകയാണ് വ്യക്തിത്വം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണ്? വ്യക്തിയുടെ ജൈവപരമായ സഹജ സ്വഭാവങ്ങൾ. ഒരു വ്യക്തിയുടെ ജൈവപരമായ സഹജ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അവന്റെ ജന്മനാ ഉള്ള അവനെ മാത്രമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ജൈവപരമായ സഹജ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആവേഗങ്ങൾ, ഇമ്പൾസസ്, പ്രസന്നത, എന്താണ് ഒരു വ്യക്തിയുടെ പ്രസന്നത, വിശപ്പ്, ജന്മവാസനകൾ, അതുപോലെ തന്നെ ഇവയുടെയൊക്കെ ആർജിക്കപ്പെട്ട സ്വഭാവങ്ങൾ, പ്രവണതകൾ ഇതിൻ്റെയൊക്കെ ആകത്തുകയാണ് വ്യക്തിത്വം എന്നാണ് ആര് പറയുന്നത്? മോർട്ടോൺ പ്രിൻസ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നിർവചനം നോക്കിയാലോ. നമുക്ക് ഈ ഒരു നിർവചനത്തിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം കേട്ടോ. സംശയങ്ങളൊക്കെ ചോദിക്കാം, ചർച്ച ചെയ്യാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വൺ, ഐസങ്ക് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞന്റെ നിർവചനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ സുദൃഢവും സംഘടിതവുമായ സ്വഭാവം, വികാരങ്ങൾ, ബുദ്ധി, ശരീരപ്രകൃതി എന്നിവയാണ് അയാളുടെ പ്രകൃതിയോടുള്ള സമായോജനം നിർണ്ണയിക്കുന്നത്. എന്താ പറയണത്? ഐസങ്ക് എന്താ പറയണത്? ഒരു വ്യക്തി, ആ വ്യക്തിയെ എടുത്തു നോക്കുകയാണെങ്കിൽ സുദൃഢവും സംഘടിതവുമായ സ്വഭാവം. ഒരു വ്യക്തിയിൽ എന്താ സുദൃഢവും, അതായത് ഒരു വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ ഒരു സ്വഭാവം പറയാനുണ്ടാവും. ആ വ്യക്തിയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട സ്വഭാവം, അതുപോലെ തന്നെ ഒരുപാട് സ്വഭാവങ്ങൾ കൂടിച്ചേർന്ന് സംഘടിതമായ ഒരുപാട് ഇമോഷൻസും സ്വഭാവങ്ങളൊക്കെ ഒരാളിലുണ്ടാവും. അതൊക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു സ്വഭാവം, സംഘടിതമായ ഒരു സ്വഭാവം. അദ്ദേഹത്തിന്റെ വിവിധ ഇമോഷൻസ്, ബുദ്ധി, ശരീരപ്രകൃതി എന്നിവയാണ് പ്രകൃതിയോടുള്ള സമായോജനം നിർണ്ണയിക്കുന്നത്. അതായത് പ്രകൃതി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ സമൂഹം. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഏതൊരു സമൂഹത്തിനോടും എങ്ങനെ ഇടപഴകുന്നു എന്നുള്ളതാണല്ലോ വ്യക്തിത്വത്തിന്റെ ഒരു പ്രധാനം. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രകൃതിയോടുള്ള സമായോജനം അല്ലെങ്കിൽ സമൂഹത്തിനോടുള്ള പെരുമാറ്റം നിർണ്ണയിക്കുന്നത് ഇതൊക്കെയാണെന്നാണ് പറയുന്നത്. ആ വ്യക്തിയുടെ സംഘടിതവും സുദൃഢവുമായ സ്വഭാവം, വികാരങ്ങൾ, ബുദ്ധി, ശരീരപ്രകൃതി, ഇതൊക്കെ അനുസരിച്ചായിരിക്കും ഒരു വ്യക്തി മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്നാണ് ഐസങ്ക് പറയുന്നത്. ഓരോരോ നിർവചനങ്ങളാണ് കേട്ടോ. നമുക്ക് നോക്കാം. അടുത്ത R.S. വുഡ്വർത്തിനെ നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ R.S. വുഡ്വർത്ത് എന്താ പറയുന്നത് നോക്കാം. ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിന്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവുന്നുണ്ട് അല്ലേ. ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിന്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം. അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്, ഒരു വ്യക്തിക്ക് പലതരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. ചില സമയത്ത് നല്ല രീതിയിൽ ഉള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവും, ചില സമയത്ത് ദേഷ്യം വരാം, സങ്കടം വരാം, ആ രീതിയിൽ പെരുമാറാം അല്ലെ. പല രീതിയിൽ ഒരാൾ പ്രതികരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള മൊത്തം പെരുമാറ്റം, അയാളുടെ മൊത്തം പെരുമാറ്റം എടുത്തു നോക്കുകയാണെങ്കിൽ അതിലുള്ള ഗുണപരമായ മേന്മ, അതിലുള്ള പോസിറ്റീവ്സ് എന്തൊക്കെയാണോ അതാണ് അയാളുടെ വ്യക്തിത്വം. അങ്ങനെയാണ് അയാളെ അറിയപ്പെടുന്നത് എന്നാണ് ആര് പറയുന്നത്? R.S. വുഡ്വർത്ത് പറയുന്നത്. ഇനി നമുക്ക് R.B. കാറ്റൽ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ എന്താണ് വ്യക്തിത്വത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം എന്ന് നോക്കാം. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നതെന്തോ അതാണ് അയാളുടെ വ്യക്തിത്വം. ഒരു പ്രത്യേക സന്ദർഭത്തിൽ അയാൾ എങ്ങനെ പെരുമാറുന്നു എന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നതെന്തോ അതാണ് വ്യക്തിത്വം. അപ്പോൾ ഒരാളെ കുറിച്ച് നമുക്ക് പറയാം, ഒരു പ്രത്യേക സന്ദർഭം വന്നാൽ അയാൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തോ അതാണ് അയാളുടെ വ്യക്തിത്വം എന്നാണ് R.B. കാറ്റൽ പറയുന്നത്. ഇപ്പോൾ എത്ര നിർവചനങ്ങൾ നമ്മൾ പഠിച്ചു? മോർട്ടോൺ പ്രിൻസ്, ഐസങ്ക്, R.S. വുഡ്വർത്ത്, R.B. കാറ്റൽ, ഇങ്ങനെ 4 മനഃശാസ്ത്രജ്ഞന്മാരുടെ വ്യത്യസ്തമായ നിർവചനങ്ങളാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പ്രവർത്തനമാണ് അല്ലെ. കൂടുതൽ നിർവചനങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യൂ എന്നാണ് പറയണത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വ്യക്തിത്വം ഒന്നുകൂടി കൂടുതൽ വിശാലമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ആര്? G.W. ആൽപോർട്ടിന്റെ നിർവചനത്തിലൂടെ വ്യക്തിത്വത്തെ ഒന്നുകൂടി വിശാലമായിട്ട് നമുക്കിവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് നോക്കാം. ആരാണ് ഇവിടെ പറയുന്നത്? G.W. ആൽപോർട്ട്. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക സംഘടനയാണ് എന്നാണ് ആര് പറയുന്നത്? G.W. ആൽപോർട്ട്. ആകെപ്പാടെ കൺഫ്യൂഷനാണ് അല്ലേ. നമുക്കൊന്നുകൂടി നോക്കാം. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും
വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ വിവിധ പ്രവർത്തനങ്ങളെ നമുക്ക് പെരുമാറ്റത്തേക്ക് നമുക്ക് വ്യവഹാരം എന്ന് വിളിക്കാം. അപ്പം ഇങ്ങനെയുള്ള വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക സംഘടനയാണ് വ്യക്തിത്വം എന്നാണ് GW ആൽപോർട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ GW ആൽപോർട്ടിൻ്റെ ഈ വേർഡുകൾ കാണുമ്പോൾ എന്താണ് വിശിഷ്ടം, എന്താണ് വ്യവഹാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആകെപ്പാടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അതിന് വ്യക്തമായ നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകൾക്കും വ്യക്തമായ നിർവചനവും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പരിശോധിച്ചാലോ? GW ആൽപോർട്ട് വ്യക്തിത്വത്തിന് നൽകിയ നിർവചനത്തിലെ വിവിധ സങ്കല്പങ്ങൾക്ക് ചില വിശദീകരണവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഫസ്റ്റിലുള്ള ഒരു നിർവചനം എന്താണെന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം ആദ്യം പറഞ്ഞു, വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെ. ഈ വ്യവഹാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റം. അപ്പോൾ ഈ ഒരു വിശിഷ്ടമായ പെരുമാറ്റം എന്ന് പറയുന്നത് എന്താണ്? ഈ വിശിഷ്ടം എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിശിഷ്ടം എന്നതുകൊണ്ട് അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത്? ഒരു വ്യക്തി തൻ്റെ പ്രത്യേക ശാരീരിക മാനസിക പ്രവർത്തന ഫലമായി പ്രകടിപ്പിക്കുന്ന അനന്യമായ സവിശേഷ സ്വഭാവങ്ങളെയാണ് വിശിഷ്ടം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശിഷ്ടമായ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തി തൻ്റെ ശാരീരിക മാനസിക പ്രവർത്തന ഫലമായി, നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തന ഫലമായി പ്രകടിപ്പിക്കുന്ന അനന്യമായ യുണീക്കായ ഒരുപോലെയുള്ള സ്വഭാവ സവിശേഷതകളെയാണ് എന്താണ് വിശിഷ്ടം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ വ്യക്തി കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്ന സ്വഭാവങ്ങൾ, ഒരുപോലെയുള്ള നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരുപോലെയുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാണോ അതാണ് ഇവിടെ വിശിഷ്ടം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ചലനാത്മകം. എന്താണ് ചലനാത്മകം അല്ലെങ്കിൽ ഡൈനാമിക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞത് നോക്കാം. എപ്പോഴും മാറ്റത്തിന് വിധേയമായി പുതുതായി ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തെ സൂചിപ്പിക്കാനാണ് ചലനാത്മകം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. എപ്പോഴും മാറ്റത്തിന് വിധേയമായി പുതുതായി ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തെ സൂചിപ്പിക്കാൻ. അതായത് വ്യക്തിത്വം എല്ലാ സമയത്തും ഒരുപോലെയല്ല, മാറ്റങ്ങളുണ്ടാവാം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് എല്ലാ സമയത്തും ഒരുപോലെയല്ല, ചലനാത്മകമാണ്, മാറിക്കൊണ്ടിരിക്കും, ഡൈനാമിക് ആണ് അല്ലേ. അപ്പം ഇങ്ങനെ ഒരു വ്യക്തി തൻ്റെ പ്രത്യേക എപ്പോഴും മാറ്റത്തിന് വിധേയമായി പുതുതായി ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും മാറ്റത്തിന് വിധേയമായി പുതുതായി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തെ സൂചിപ്പിക്കാനാണ് ചലനാത്മകം എന്ന പദം ഉപയോഗിക്കുന്നത്. അതായത് വ്യക്തിത്വം എന്നത് എല്ലാ സമയവും ഒരുപോലെയല്ല, മാറ്റം ഉണ്ടാവും എന്ന് മനസ്സിലാക്കാനാണ് അദ്ദേഹം ചലനാത്മകം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. ചലനാത്മകം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് എന്തിനാന്ന് മനസ്സിലായല്ലോ. ഇനി ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു വ്യക്തി വളരുന്നതിനനുസരിച്ച് ശാരീരികവും മാനസികവുമായ വികാസം സംഭവിക്കുന്നതിനാൽ വ്യക്തിത്വത്തിലും മാറ്റങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ. ഒരു വ്യക്തി ഇപ്പോൾ ഒരു 10-12 വയസ്സായ കുട്ടി, ആ കുട്ടി വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവൻ്റെ പല കാര്യങ്ങളിലും, ശാരീരികമായ മാനസികമായ സാമൂഹികമായ വൈകാരികമായ എല്ലാ കാര്യങ്ങളിലും വളരും തോറും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിത്വത്തിലും തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. ചലനാത്മകമാണ്, ഡൈനാമിക് ആണ് എന്ന് മനസ്സിലാക്കുക. ചലനാത്മകം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാ സമയത്തും ഒരുപോലെയല്ല. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, അത് മാറിക്കൊണ്ടേയിരിക്കും. പല സാഹചര്യത്തിനനുസരിച്ചും ചുറ്റുപാടുകൾക്കനുസരിച്ചും ഒക്കെ അതിന് മാറ്റമുണ്ടാകും. അവിടെ തന്നെ പറയുന്നുണ്ട്, പരിസ്ഥിതികൾ മാറുന്നതിനനുസരിച്ചും വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ ദൃശ്യമാവും എന്ന് പറയുന്നുണ്ട്. 2 കാര്യങ്ങൾ വിശദീകരിച്ചു, വിശിഷ്ടം, ചലനാത്മകം. ഈ 2 കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു അല്ലേ. ഇതൊക്കെ എന്താണ് GW ആൽപോർട്ട് വ്യക്തിത്വത്തിന് കൊടുത്ത നിർവചനം. ആ നിർവചനത്തിലുള്ള ഓരോ വാക്കുകളും അദ്ദേഹം ഒന്നുകൂടി നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഇവിടെ. അപ്പോൾ അടുത്തതായിട്ട് എന്താ പറയുന്നത്? വ്യവഹാരവും ചിന്തയും, ബിഹേവിയർ ആൻഡ് തോട്ട്. അതുകൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നിവിടെ പറയുന്നുണ്ട്, നോക്കാം. ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് തൻ്റെ ചുറ്റുപാടുകളെ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് വ്യവഹാരവും ചിന്തയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്.
എന്താ പറയണത്, ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടി തൻ്റെ ചുറ്റുപാടുകളെ പൊരുത്തപ്പെടുപ്പിക്കുന്നതിന്, ഒരു പ്രത്യേക ലക്ഷ്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ എന്താണ്, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കൂടെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ എന്താണ്, പൊരുത്തപ്പെടണം അല്ലേ. അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടിക്കേണ്ടി വരും. അതിനു വേണ്ടി ചില പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ. ഇങ്ങനെ ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് തൻ്റെ ചുറ്റുപാടുകളെ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് വ്യവഹാരവും ചിന്തയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തി എന്താണ്, തൻ്റെ ചുറ്റുപാടിനെ, നമുക്കൊരു ലക്ഷ്യം നേടണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ നമുക്ക് വേണ്ടി ഒന്ന് മാറ്റിയെടുക്കുകയാണ് അല്ലേ. അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളും, ഇതിനൊക്കെയാണ് എന്താണ് വ്യവഹാരവും ചിന്തയും എന്നതുകൊണ്ട് ആരർത്ഥമാക്കുന്നത്, GW ആൽപോർട്ട്. നമ്മുടെ ആരുടെ നിർവചനത്തിനെയാണ് ഇവിടെ പരിശോധിക്കുന്നത്, ഓർമ്മല്ലേ? പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ GW ആൽപോർട്ട്. അദ്ദേഹം ആദ്യം ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ഓരോ വാക്കുകളെയും അദ്ദേഹം എന്താണ് ഇവിടെ നമുക്ക് വിശദീകരിച്ചു തരാണ് അല്ലേ. ഇനി അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ശാരീരിക മാനസിക സംവിധാനങ്ങൾ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് അല്ലേ. ആ നിർവചനം ഒന്നുകൂടി എടുത്ത് അപ്പുറത്ത് പോയി ഇങ്ങനെ വായിച്ചു നോക്കണം കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് അവിടെ ശാരീരിക മാനസിക സംവിധാനങ്ങൾ ഉണ്ടോ എന്നൊന്ന് നോക്കണം. അപ്പോൾ ശാരീരിക മാനസിക സംവിധാനങ്ങൾ, സൈക്കോ ഫിസിക്കൽ സിസ്റ്റംസ് എന്നതുകൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ശീലങ്ങൾ, വൈകാരിക അവസ്ഥകൾ, മനോഭാവങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയൊക്കെ ശാരീരിക മാനസിക സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ശാരീരിക മാനസിക സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വ്യക്തിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ആ വ്യക്തിയുടെ ശീലങ്ങൾ, വൈകാരിക അവസ്ഥകൾ അല്ലേ, അതുപോലെ തന്നെ മനോഭാവങ്ങൾ, വിശ്വാസങ്ങൾ, ഇതൊക്കെ ചേർന്നതാണ് ഒരു വ്യക്തിയുടെ ശാരീരിക മാനസിക സംവിധാനം. ഇതൊന്നും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, വ്യത്യസ്തമായിരിക്കും അല്ലേ. ഇവ എന്താണ് മാനസിക പ്രവർത്തന ഫലങ്ങളാണെങ്കിലും പ്രവർത്തിക്കാനുള്ള ശക്തി ലഭിക്കുന്നത് പൊതുവായ ശാരീരിക അവസ്ഥ, നാഡീവ്യൂഹം, ഗ്രന്ഥികൾ തുടങ്ങിയ ശാരീരിക ഘടകങ്ങളുമായി ബന്ധപ്പെട്ടാണെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാണെങ്കിലും ശീലങ്ങളാണെങ്കിലും വൈകാരിക അവസ്ഥകളാണെങ്കിലും ഇത് നമ്മുടെ മനസ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഇതിനനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ എന്താ ശരിയാവണം, നമ്മുടെ ശാരീരിക അവസ്ഥ, നാഡീവ്യൂഹം, ഗ്രന്ഥികൾ, ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടായാലേ നമുക്ക് ഇതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. വ്യക്തിയിലെ ശാരീരിക മാനസിക വ്യവസ്ഥയുടെ ബാഹ്യവും ആന്തരികവുമായ രൂപഭാവങ്ങൾ വ്യക്തിത്വത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നാണ് പറയുന്നത്. എന്താണ് വ്യക്തിയിലെ ശാരീരിക മാനസിക വ്യവസ്ഥ? ഒരു വ്യക്തി എടുത്ത് നോക്കുക, ആ വ്യക്തിയുടെ ശാരീരിക അവസ്ഥ അല്ലേ, ഓരോ വ്യക്തിക്കും ഓരോരോ രീതിയിലുള്ള ശാരീരിക അവസ്ഥകൾ ഉണ്ടാവും. അതുപോലെ തന്നെ മാനസിക വ്യവസ്ഥ ഇതും ഉണ്ടാവില്ലേ, മാനസിക വ്യവസ്ഥയും ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. ഇതിൻ്റെ ബാഹ്യവും ആന്തരികവുമായ രൂപഭാവങ്ങൾ, ബാഹ്യമായ രൂപഭാവങ്ങൾ ഉണ്ടാവൂലേ. നമുക്ക് ചില സമയത്ത് ഒരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ നമുക്ക് ശാരീരികമായിട്ട് എത്ര വിഷമമുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാണ്ട് നമ്മളത് പ്രവർത്തനങ്ങൾ ചെയ്യും. ഇങ്ങനെ ബാഹ്യമായ ഒരു ഘടകം ഉണ്ടാവും, ആന്തരികവുമായ ഒരു രൂപഭാവവും ഉണ്ടാവും. ഇതെന്താണ് വ്യക്തിത്വത്തിൻ്റെ ഒഴിവാക്കിക്കൂടാൻ പറ്റാത്ത ഘടകങ്ങളാണ്, അവിഭാജ്യ ഘടകങ്ങളാണ്. നമ്മുടെ ശാരീരിക മാനസിക വ്യവസ്ഥയുടെ ബാഹ്യവും ആന്തരികവുമായ രൂപഭാവങ്ങളിലെ ബാഹ്യമായ രൂപഭാവങ്ങളും ആന്തരികമായ രൂപഭാവങ്ങളും ഒക്കെ എന്താണ് വ്യക്തിത്വത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകങ്ങളാണെന്നാണ് പറയുന്നത്. ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ത് ആന്തരികമായതും ബാഹ്യമായ പ്രകടനവും അല്ലേ. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ബാഹ്യമായി പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും പലർക്കും എന്താണ് നമ്മുടെ മുഖഭാവത്തിൽ നിന്നും ഒക്കെ അത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്ന് കൂടി പറയുന്നത്. അപ്പോൾ അദ്ദേഹം ശാരീരിക മാനസിക സംവിധാനങ്ങളെക്കുറിച്ച് പറഞ്ഞത് മനസ്സിലായല്ലോ. ഇത് നന്നായിട്ട് വായിച്ച് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ചാപ്റ്ററും വിഷയമാണ് ഇതൊക്കെ. എന്തായാലും വീഡിയോയിൽ പറയുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഇനി നമ്മുടെ ക്ലാസ്സിലൂടെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്? സംഘടന അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു വ്യക്തിയുടെ തന്നെ വ്യത്യസ്ത വ്യക്തിത്വ ഭാവങ്ങൾക്ക് അയാളുടെ ആകെ വ്യക്തിത്വവുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് എന്താണ് വ്യത്യസ്തമായ വ്യക്തിത്വ ഭാവങ്ങൾ ഉണ്ടാവാം. ഒരു വ്യക്തി ഇപ്പം നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയെ എടുത്ത് നോക്കൂ, ആ വ്യക്തിക്ക് എല്ലാ സമയത്തും ഒരേ വ്യക്തിത്വ ഭാവമാണോ ഉള്ളത്, ഒരേ രീതിയാണോ ഉള്ളത്? ഒരിക്കലും അല്ലല്ലേ. ഇപ്പം നമ്മളെ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡിനെയൊക്കെ എടുത്ത് നോക്കൂ, എല്ലാ സമയത്തും ഒരേ രീതിയിലാണോ നമ്മളോട് പെരുമാറുക? വ്യത്യസ്തമായ വ്യക്തിത്വ ഭാവങ്ങൾ നമുക്ക് അവരിൽ കാണാൻ പറ്റൂലേ. ഇതിനെന്താണ് ഇങ്ങനെ ആ വ്യക്തിയുടെ തന്നെ വ്യത്യസ്തമായ ഭാവങ്ങൾക്ക് അയാളുടെ ആകെ വ്യക്തിത്വവുമായി ബന്ധമുണ്ട്.
അല്ലേ? വ്യത്യസ്തമായ ഭാവങ്ങൾ നമ്മൾ കാണാം. ഇതിൽ നമ്മുടെ അദ്ദേഹം എന്താ പറയുന്നത്, ആകെ വ്യക്തിത്വവുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഒരാളുടെ വ്യക്തിത്വം വിവിധ വ്യക്തിത്വ ഭാവങ്ങൾ അഹം പറഞ്ഞ സെൽഫ്, അഹത്തിന്റെ സ്വാധീനതയിൽ അകപ്പെട്ട് പ്രവർത്തിക്കുക വഴി ഉണ്ടാകുന്നതാണെന്നാണ് പറയുന്നത്. ഒരാളുടെ വ്യക്തിത്വമാണെങ്കിലും വിവിധ വ്യക്തിത്വ ഭാവങ്ങളാണെങ്കിലും അയാളുടെ ഉള്ളിലുള്ള ഒരു പ്രവർത്തനം, അല്ലേ? അത് വേറെ ആരും കൊണ്ടുവന്നതല്ല. വേറെ ആരും കൊണ്ടുവന്നാൽ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. നമ്മുടെ സെൽഫായിട്ടുള്ള ഒരു വ്യക്തിത്വം നമുക്ക് എന്നും ഉണ്ടാവുള്ളൂ. എവിടെയെങ്കിലും നമ്മൾ കടമെടുത്തൊരു വ്യക്തിത്വമാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു മുഖംമൂടി ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് അഴിഞ്ഞു വീഴും. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു വ്യത്യസ്ത വ്യക്തിത്വ ഭാവങ്ങൾ അഹത്തിന്റെ സ്വാധീനതയിൽ അകപ്പെട്ട് പ്രവർത്തിക്കുക വഴി ഉണ്ടാകുന്നതാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള സ്വന്തം പ്രവർത്തനം വഴി ഉണ്ടാകുന്നതാണ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള വ്യക്തിത്വ രൂപീകരണമാണ് സംഘടന എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇങ്ങനെ ഒരാളെടുത്ത് നോക്കുകയാണെങ്കിൽ അയാളിൽ ഒരു വ്യക്തിത്വം രൂപീകൃതമാവുന്നുണ്ട്. അയാളുടെ ജീവിതകാലം അത്രയും വ്യക്തിത്വത്തിന് മാറ്റമുണ്ടാവും. എന്നാലും ആകെ എടുത്ത് നോക്കുമ്പോൾ അയാളിൽ ഒരു വ്യക്തിത്വം രൂപീകരിക്കുന്നുണ്ട്, അല്ലേ? ആ രൂപീകരണത്തിനെയാണ് സംഘടന എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹം ഈ വ്യക്തിത്വം GW ആൽപോർട്ട് വ്യക്തിത്വത്തിൽ കൊടുത്തിരിക്കുന്ന, അദ്ദേഹം തന്നെ നിർവചനം കൊടുത്തിരിക്കുന്നതിൽ തന്നെ വിശിഷ്ടം എന്ന പദത്തിന്, ചലനാത്മകം എന്ന പദത്തിന്, വ്യവഹാരവും ചിന്തയും, ശാരീരിക മാനസിക സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ വാക്കുകൾക്ക് സംഘടന, അല്ലേ? ഇതൊക്കെ നമുക്ക് ആകെപ്പാടെ കൺഫ്യൂഷനാണ്. ഓരോ വാക്ക് വിശിഷ്ടമായ വ്യവഹാരം എന്ന് പറയുമ്പോൾ അതെന്ത് വ്യവഹാരം എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിന് നിർവചനം കൊടുത്തു. അതായത് ചലനാത്മകം, അല്ലെ? ഒരു വ്യക്തിത്വം മാറിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വ്യവഹാരവും ചിന്തയും, ഒരു വ്യക്തിയുടെ വ്യവഹാരം, ചിന്ത എന്നാൽ എന്ത് എന്ന് അദ്ദേഹം ഇവിടെ നിർവചിച്ചു തന്നു. ശാരീരിക മാനസിക സംവിധാനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹം ഇവിടെ നിർവചനം കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെ സംഘടന, അതായത് ഒരാളിൽ ഒരു വ്യക്തിത്വ രൂപീകരണം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ വ്യക്തിത്വ രൂപീകരണത്തിനെയാണ് സംഘടന എന്നും പറയുന്നത് എന്നും അദ്ദേഹം ഇവിടെ നിർവചനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ GW ആൽപോർട്ടിന്റെ നിർവചനത്തെ നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകുന്നത് കുറച്ച് കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. എന്താണ്? GW ആൽപോർട്ടിന്റെ നിർവചനം ഒരുപാട് തവണ വായിച്ച് അതിനെ പഠിച്ച് അതിനെ മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാലുള്ള അതിൻ്റെ കണ്ടന്റുകളാണ് കൊടുത്തിരിക്കുന്നത് താഴെ കേട്ടോ. ഇവിടെ എത്ര പോയിന്റാണ് പറഞ്ഞിരിക്കുന്നത്? 5 പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യക്തിത്വത്തിന് തനിമ ഉണ്ട്. തനിമ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒരു നമ്മുടേതായ, അല്ലേ? തനിമ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാര്യം, അതിന് ഇപ്പം എൻ്റെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മുടെ ജസീനയുടെ ഒരു വ്യക്തിത്വം ആരുടെ അടുത്ത് നോക്കുകയാണെങ്കിലും അതിനൊരു തനിമ ഉണ്ട്. അവരുടേതായ ഒരു തനിമ, ഒരു സ്വന്തം സെൽഫിൽ നിന്ന് ഉണ്ടാവുന്ന ഒന്നാണ്. അതുപോലെ വ്യക്തിത്വം എന്ന് പറയുന്നത് ചലനാത്മകമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണത്. കാരണം നമുക്കറിയാം നമ്മുടെ ലൈഫിൽ വ്യക്തിത്വത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം നമ്മളെ മാത്രം വ്യക്തിത്വത്തിനല്ല കേട്ടോ, എല്ലാവരുടെ വ്യക്തിത്വം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്കൊരു വിജയം ഉണ്ടാവുള്ളൂ ലൈഫിൽ. വ്യക്തിത്വം ചലനാത്മകമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആൾക്കാരെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എല്ലാ സമയവും നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ പോലും ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറാം. അത് നമ്മളോടുള്ള പ്രയാസം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ഒന്നുമല്ല, ഒരു പ്രത്യേക സാഹചര്യം, അദ്ദേഹത്തിനെ സ്വാധീനിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം മൂലം ചില സമയങ്ങളിൽ വ്യക്തിത്വം മാറാം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരം അതുകൊണ്ടുണ്ട്. അതാണ് പറയുന്നത്, വ്യക്തിത്വം ചലനാത്മകമാണ്, എല്ലാ സമയവും ഒരുപോലെയല്ല, മാറിക്കൊണ്ടേയിരിക്കും. വ്യക്തിത്വം സംഘടിതമായ ഒരു വ്യവസ്ഥയാണ്. ഒരാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്വഭാവം എടുത്ത് മാത്രം പറയാൻ പറ്റില്ല. ഒരു കൂട്ടം സ്വഭാവങ്ങളുടെ ആകത്തുകയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്, അല്ലേ? സംഘടിതമായ ഒരു വ്യവസ്ഥയാണ് വ്യക്തിത്വം. പിന്നെന്താ പറയുന്നത്? വ്യക്തിത്വത്തിൽ ശാരീരികവും മാനസികവും വൈകാരികവുമായ വ്യവഹാര സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു. തീർച്ചയായിട്ടും ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ ശാരീരികമായ സവിശേഷതകളാണ്, അല്ലേ? ഒരാളുടെ വ്യക്തിത്വം ശാരീരികമായ സവിശേഷതകൾക്ക് ബന്ധമില്ലേ അതിൽ? അതുപോലെ തന്നെ മാനസികമായ അവസ്ഥകളാണ്. ഒരാളുടെ മാനസികമായ അവസ്ഥ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അയാളുടെ വ്യക്തിത്വം. വൈകാരികമായല്ലേ അയാളുടെ വ്യത്യസ്തമായ ഇമോഷൻസ്, ഇതൊക്കെ എന്താണ് വ്യക്തിത്വത്തിൽ ഉൾക്കൊള്ളുന്നു. വ്യക്തിത്വത്തിന്റെ സവിശേഷതകളാണ് ഇതെല്ലാം എന്നാണ് പറയുന്നത്. വ്യക്തിത്വം എന്നത് പരിസ്ഥിതിയോടുള്ള ഒരു വ്യക്തിയുടെ സമായോജനമാണ്, അഡ്ജസ്റ്റ്മെന്റ്. താൻ ഉൾപ്പെടുന്ന പരിസ്ഥിതി, അതിപ്പോൾ വീടായാലും വിദ്യാലയമായാലും
പുറത്ത് മറ്റേതെങ്കിലും ഗ്രൂപ്പാണെങ്കിലും നമ്മൾ ഉൾപ്പെടുന്ന ഒരു പരിസ്ഥിതി, ഒരു ചുറ്റുപാട്, അതിനോടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ആ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇതാണെന്നാണ് പറയണത്. എന്താണ്? പരിസ്ഥിതിയോ, നമ്മൾ ഉൾപ്പെടുന്ന പരിസ്ഥിതിയോടുള്ള ചുറ്റുപാടിനോടുള്ള സമായോജനമാണ് വ്യക്തിത്വം എന്നൊക്കെ നമുക്ക് ഈ GW ആൽപോർട്ടിൻ്റെ നിർവചനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയണത്. എന്തൊക്കെ പറയണത്? വ്യക്തിത്വത്തിന് തനിമ ഉണ്ട്. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിത്വം എൻ്റെയാണ്. എന്താണ്? നമ്മുടെ തസ്ലീമയുടെ വ്യക്തിത്വം തസ്ലീമയുടെയാണ്. സുനൈനയുടെ വ്യക്തിത്വം സുനൈനയുടെയാണ്. ഇതിനൊക്കെ വ്യത്യസ്തമായ ഒരു തനിമ ഉണ്ട്. എല്ലാവരിലും ഒരുപോലെയല്ല, ഓരോരുത്തർക്കും അതിൻ്റേതായ തനിമ ഉണ്ട്. വ്യക്തിത്വം ചലനാത്മകമാണ്, എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ല, മാറും. വ്യക്തിത്വം സംഘടിതമായ ഒരു വ്യവസ്ഥയാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക സ്വഭാവമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പെരുമാറ്റമല്ല, ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. വ്യക്തിത്വത്തിൽ ശാരീരികവും മാനസികവും വൈകാരികവുമായ വ്യവഹാര സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതിൽ യാതൊരു സംശയവും നമുക്കില്ല അല്ലേ. വ്യക്തിത്വം എന്നത് പരിസ്ഥിതിയോടുള്ള ഒരു വ്യക്തിയുടെ സമായോജനമാണ് എന്നും GW ആൽപോർട്ടിൻ്റെ നിർവചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് നമ്മുടെ 3rd യൂണിറ്റായ വ്യക്തിത്വം എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ തന്നെ എന്താണ് വ്യക്തിത്വം എന്നും അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നമ്മൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത്, അങ്ങനെയും ചിന്തിക്കാമല്ലോ അല്ലേ. ചില വ്യക്തികളെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, അതും ചില സ്വഭാവ സവിശേഷതകൾ കൊണ്ടാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നില്ല, ഇതിനൊക്കെ കാരണം വ്യക്തിത്വം എന്ന ഒരൊറ്റ പോയിന്റാണ് എന്നും എന്താണ് വ്യക്തിത്വം എന്നും വ്യക്തിത്വത്തിന് വിവിധ മനഃശാസ്ത്രജ്ഞന്മാരുടെ നിർവചനവും നമ്മൾ ചർച്ച ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് GW ആൽപോർട്ടിൻ്റെ നിർവചനമാണ് അല്ലേ. അദ്ദേഹം ഒരു സെന്റൻസിൽ എന്താണ് വ്യക്തിത്വം എന്ന് പറയുകയും ആ സെന്റൻസിലുള്ള ഓരോ വാക്കുകളും വ്യക്തമായി നമുക്ക് നിർവചിച്ച് തരികയും ചെയ്യുന്നുണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് വ്യക്തിത്വം എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ GW ആൽപോർട്ടിൻ്റെ നിർവചനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് പോയിന്റ്സിൽ എന്താണ് വ്യക്തിത്വം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് പോയിന്റ്സ്. വ്യക്തിത്വത്തിന് തനിമ ഉണ്ട്, ചലനാത്മകമാണ്, സംഘടിതമാണ്, ശാരീരികവും മാനസികവുമായ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു, പരിസ്ഥിതിയോടുള്ള ഒരു വ്യക്തിയുടെ സമായോജനമാണ് വ്യക്തിത്വം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ GW ആൽപോർട്ടിൻ്റെ ഈ നിർവചനം, ഈ ഒരു ഭാഗം ക്ലാസ് കേട്ട് കഴിഞ്ഞ് നന്നായിട്ട് നിങ്ങൾ വായിക്കണം. വായിക്കുന്ന സമയത്ത് ഓരോ സംശയങ്ങളും, ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ ഇത്രേ പറഞ്ഞു പോയിട്ടുള്ളൂ എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ അതിലുണ്ടാവാം. അതിലുള്ള വേർഡുകളെക്കുറിച്ചും ആ വേർഡുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും വ്യക്തിത്വവുമായി എന്താണ് ഇതിന് ബന്ധം എന്നുമൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവാം. ആ സംശയങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് ശരിയാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും മതി. ഈ ഒരു GW ആൽപോർട്ടിൻ്റെ നിർവചനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.